Hello viewers, welcome to my channel. First of all, thank you so much. എൻ്റെ ആദ്യത്തെ വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു കിട്ടിയത്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. സോ എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബറും ആദ്യത്തെ ലൈക്സ് ഇട്ടവരും പിന്നെ വ്യൂവേഴ്സും അവർക്കൊക്കെ വളരെ നന്ദിയുണ്ട് കേട്ടോ. അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സോ ആ ഒരു സന്തോഷത്തിൽ ഞാൻ വിചാരിച്ച ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന്. സോ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മട്ടൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ജ്യൂസി ടെൻഡർ സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ മന്തിയുടെ റെസിപ്പി. സോ ആദ്യമായിട്ട് അതിന് വേണ്ടത് വലിയ കഷ്ണങ്ങളായി എടുത്ത മട്ടൻ ചെറുതായിട്ടൊന്ന് കുത്തിക്കൊടുക്കാം. പിന്നെ ഈ കാണുന്ന സവാളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു ഹാഫ് ലെമൺ, പിന്നെ ഈ കാണുന്ന മസാല ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ. സോ ആദ്യമായിട്ട് കുക്കറിലേക്ക് ഒരു ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. സോ അതിലോട്ടേക്ക് ആദ്യം വെച്ച ഈ മസാല ഇട്ട് കൊടുക്കുക. ഒരു 3 കാർഡമും ഇച്ചിരി പെപ്പർകോൺസും ഒരു ബേ ലീഫും ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടാകുമ്പോൾ ഒരു 2 സവാള, ഞാനിവിടെ സവാള 2 എണ്ണം ഇതിൽ തന്നെ ഇടുന്നുണ്ട്. സോ ഇതിൻ്റെ വെള്ളമാണല്ലോ മന്തി റൈസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ സവാളയൊക്കെ വെന്തിട്ടുണ്ടാവും. സോ അതിൻ്റെ ഫ്ലേവർ മാത്രം ആ വെള്ളത്തിലുണ്ടാവും. പിന്നെ സവാള ഇട്ടിട്ട് നന്നായിട്ട് ഈ ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്യട്ടോ. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി, കരിച്ച് കളയരുത്. നന്നായിട്ട് ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മട്ടൻ എത്രയുണ്ടോ അതിനാവശ്യമുള്ളത്ര ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ വെള്ളം റൈസിന് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഫ്ലേവർ എടുക്കും. അതുകൊണ്ട് ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞിട്ടൊരു 4 കട്ടൊന്നും ചെയ്യാതെ ഫുള്ളായിട്ട് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ എടുത്ത് വെച്ച മസാല ഒരു 2 ലാം സ്റ്റോക്ക്, പിന്നെ ഇച്ചിരി മന്തിയുടെ മസാല, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പെപ്പർ, ഇത്രയും മതിയാവും. ഇത്രയും ഇട്ടിട്ട് ഈ എടുത്ത് വെച്ച മട്ടൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കട്ടോ. നല്ലോണം വേണ്ട, ഒന്ന് ചെറുതായിട്ട് ഒരു 1-2 മിനിറ്റ്സ് ഫ്രൈ ചെയ്തിട്ട് ഈ എടുത്ത് വെച്ച വെള്ളം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇത് സോഫ്റ്റായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ലെമൺ ജ്യൂസും പിന്നെ വെള്ളം മുങ്ങിക്കെടുക്കുന്ന പോലെ ഇടണം കേട്ടോ. ഇച്ചിരി വെള്ളം ഇടരുത്, മീറ്റൊന്ന് ഹാർഡായി പോവും. ഇത്ര വെള്ളം ഇടുമ്പോൾ ഈ വെള്ളം തന്നെ പിന്നെ റൈസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് മുങ്ങിക്കെടുക്കുന്ന വരെ വെള്ളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു വിസിലും ഒരു 25 മിനിറ്റ്സ് ഞാൻ വെച്ചു. അപ്പോൾ സോഫ്റ്റായിട്ട് മീറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് മന്തി റൈസ് ഉണ്ടാക്കാം. മന്തി റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ സെല്ല റൈസ് എടുത്തിട്ടുണ്ട്. ബാസ്മതി റൈസ് ആണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ഇതിലാണ് ഒരു മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും റൈസ്. പിന്നെ ഒരു പാൻ എടുക്കുക, അതിൽ ഇച്ചിരി ഓയിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ കുറേ ഓയിലിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി മട്ടൻ വേവിച്ചതിൽ അതിൻ്റെ ഫാറ്റും പിന്നെ അവിടെ യൂസ് ചെയ്ത ബട്ടറൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളമാണല്ലോ ഇവിടെ റൈസിൽ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് കുറേ ഓയിലിൻ്റെ ആവശ്യമില്ല ഈ മന്തിക്ക്. ഇച്ചിരി ഓയിൽ മതി. അതിൽ ഹോൾ ഗരം മസാല, സിനമൺ സ്റ്റിക്ക്, ഒരു 2-3 ഇലാച്ചി, പിന്നെ ബേ ലീഫ്, പിന്നെ ഇച്ചിരി പച്ചമല്ലിയും വലിയ ജീരകം, ചെറിയ ജീരകം, ഇത് ഇച്ചിരി ഫ്രൈ ചെയ്ത് കൊടുക്കട്ടോ. ചെറുതായിട്ട് ചെറിയ തീയിൽ ഫ്രൈ ചെയ്താൽ മതി, കരിച്ച് കളയരുത്, ചോറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. സോ അത് കഴിഞ്ഞിട്ടൊരു ഹാഫ് സവാള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സവാള കുറേ ഇടുന്നില്ല. എനിക്ക് സവാള മന്തി റൈസിൻ്റെ കൂടെ ഇങ്ങനെ സവാള ഇട്ട് കിട്ടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മട്ടൻ വേവിക്കുമ്പോൾ തന്നെ ഇട്ടായിരുന്നല്ലോ 2 സവാള. സോ അതിൻ്റെ ഫ്ലേവർ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ലോണം സവാളയുടെ ആവശ്യമില്ല. ഇവിടെ ഒരു ഹാഫ് സവാള നന്നായി ഒരു ഫ്രൈ ചെയ്യുക. അത് ചെറുതായിട്ടൊരു പിങ്കിഷ് കളറാകുമ്പോൾ ഒരു 4 പച്ചമുളക് ഇട്ടുണ്ട് കേട്ടോ. പച്ചമുളകും നല്ലോണം ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. പിന്നെ ഇതിന് വേണ്ടത് ഒരു ഹാഫ് ക്യാപ്സിക്കം, വലിയ സൈസിലുള്ള ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ ചെറിയൊരു പച്ചമണമൊക്കെ പോയിട്ട് ഫ്രൈ ആകുമ്പോൾ ഇത് മട്ടന് വേവിച്ച വെള്ളം, റൈസിന് ആവശ്യമുള്ള വെള്ളം ഇട്ട് കൊടുക്കട്ടോ. റൈസ് ഞാനിവിടെ 2.5 ഗ്ലാസ് എടുത്തു. അതും ഞാനിവിടെ 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 4 ഗ്ലാസ് മട്ടന് വേവിക്കുമ്പോൾ ഇട്ടായിരുന്നു, പിന്നെ ഒരു എക്സ്ട്രാ 1 ഗ്ലാസ്. ഈ കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ റൈസിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിൽ ഇച്ചിരി ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തു. അപ്പോൾ നല്ലൊരു മണം വരും.
ഇനി ഒന്ന് എല്ലാം നല്ല ഫ്രൈ ആയതിനു ശേഷം ഇച്ചിരി മന്തി മസാല ഇട്ട് കൊടുക്കുക. കുറേ ആവശ്യമില്ല, ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇട്ടത്. ചെറിയ തീയിൽ വേണം. ആ പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ആയാൽ മതി, കരിയണ്ട. വലിയ തീയിൽ വെച്ചാൽ കരിഞ്ഞു പോകും, പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറിക്കിട്ടും. ഇനി മന്തി റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലോ ബൗളിലോ എങ്ങനെ എടുത്താലും ഡബിൾ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെന്താ പറഞ്ഞാൽ ഞാനിവിടെ മട്ടൻ വേവിച്ച വെള്ളം തന്നെ എടുക്കുന്നതുകൊണ്ട് അതിൽ ഓൾറെഡി 4 ഗ്ലാസ് ഇട്ടായിരുന്നു. സോ അതും എടുത്തു, പിന്നെ ഒരു എക്സ്ട്രാ 1 ഗ്ലാസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഞാനിവിടെ റിപ്പീറ്റായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇടാൻ മറന്നുപോയി. ഞാൻ നോർമൽ വാട്ടർ ഇട്ടു, പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. റൈസ് ഇട്ടാൽ പിന്നെ അതിനെ എടുത്തിട്ട് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത്. മട്ടൻ്റെ വെള്ളം ആദ്യം ഒന്ന് എടുത്ത് വെച്ചിട്ട്, എന്താ പറഞ്ഞാൽ അതിൽ സ്റ്റോക്ക് ഉണ്ടാവും, പിന്നെ എല്ലാ മസാല അതിലുണ്ടല്ലോ. സോ അത് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ നോർമൽ വാട്ടർ എടുത്താൽ മതി. സോ അത് എപ്പോഴും ഓർമ്മയിൽ വെക്കണം കേട്ടോ. പിന്നെ ഇത് വെള്ളം നന്നായിട്ട് ബബിൾസ് വരുമ്പോൾ, തിളച്ച് വരുമ്പോൾ ഈ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് നല്ല കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 30 to 130 മിനിറ്റ്സിൻ്റെ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നേരം 2-3 മണിക്കൂറൊന്നും വേണ്ട, ഒരു 30 മിനിറ്റ്സ് 1 hourൻ്റെ അകത്ത് വെച്ചാൽ നല്ല കുതിർന്ന് കിട്ടും സെല്ല റൈസ്. ഇത് നല്ല ബബിൾസ് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മൂടി വെക്കുക, ആവിയൊന്നും പോവാത്ത രീതിയിൽ. എൻ്റെ ഈ നോൺ സ്റ്റിക്കിൽ ചെറുതായിട്ട് സൈഡിലൊക്കെ അതിൻ്റെ സ്റ്റീമൊക്കെ പുറത്ത് പോകും, അതുകൊണ്ട് ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് കവർ ചെയ്തു, എവിടെയും പോകരുത് ആവിയെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. അതിൽ ഓൾറെഡി കുറച്ചും കൂടെ വെള്ളം ഉണ്ട്, റൈസും വേവാനുണ്ട്. സോ അതുകൊണ്ട് ഒരു 5-7 മിനിറ്റ്സ് ചെറിയ തീയിൽ തന്നെ വെക്കാം. പിന്നെ ഇതൊരു ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ വേവിച്ച് വെച്ച മട്ടൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്യരുത്, ചിക്കൻ കബാബൊക്കെ ചെയ്ത പോലെയല്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ബട്ടറിൽ. ഇച്ചിരി മസാലപ്പൊടികൾ ഇട്ടിട്ട്, ഈ മന്തി മസാലയും പെപ്പറും ബട്ടറും നന്നായിട്ടൊന്ന് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ ഈ മട്ടന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിലാണ് കേട്ടോ, വലിയ തീ ചെയ്തിട്ട് അതിൻ്റെ പുറമൊക്കെ കരിഞ്ഞു പോകുന്ന അത്രയല്ല. ചെറുതായിട്ടൊന്ന് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നല്ല മണമാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് ഓൾറെഡി നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ലോണം സ്പൂണൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ പൊളിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇച്ചിരി മുകളിലോട്ടേക്ക് ഒരു സ്റ്റൈലിന് ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുത്തു. ഓൾറെഡി ഞാൻ ബട്ടർ ഇട്ടതാണ്, പിന്നെ ഒരു സന്തോഷത്തിന് ഇട്ട് കൊടുത്തു കേട്ടോ. റൈസ് വെന്തോന്ന് നോക്കുക. ഓൾറെഡി അത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ വെള്ളം ഇട്ടതുകൊണ്ട് കറക്റ്റായിട്ട് വെന്ത് കാണും. ഇനി റൈസിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ മട്ടൻ വെച്ച് കൊടുക്കുക. മട്ടൻ്റെ മുകളിൽ ബാക്കിയുള്ള ബട്ടറൊക്കെ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇനി ഒരു 5 to 7 മിനിറ്റ്സ് നന്നായിട്ട് ആവി കയറണം. പിന്നെ ആ ചൂടോടെ എടുത്തിട്ട് കഴിക്കാം. ഞാൻ ആദ്യം ഒരു 3 പീസ് എടുത്തായിരുന്നു. ഞാൻ വിചാരിച്ചു ക്വാണ്ടിറ്റി കുറേ ആയിട്ട് ബാക്കിയായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 എടുത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ വിചാരിച്ചു 3 തന്നെ ചെയ്യാമായിരുന്നു. അത്രയും ടേസ്റ്റായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നല്ല സോഫ്റ്റായിട്ട് മട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.